അതിന്റെ പ്രതികരണമാണ് വന്നത്. ഈ കേസിലെ മുഴുവൻ ഭീകരന്മാരെയും ശിക്ഷിക്കുന്നതുവരെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് നിയമ പോരാട്ടങ്ങൾ തുടരും എന്ന വളരെ സുപ്രധാനമായിട്ടുള്ള പ്രതികരണം ABVP സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. 2012 ജൂലൈ മാസം 16-ാം തീയതിയാണ് നവാഗതരെ സ്വാഗതം ചെയ്യുകയായിരുന്ന അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന്റെ ചെങ്ങന്നൂർ നഗർ പ്രസിഡന്റും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കാര്യകർത്താവുമായിരുന്ന വിശാൽ വി കുമാറിനെ ക്യാമ്പസ് ഫ്രണ്ട് ഭീകരവാദികൾ ക്യാമ്പസിൽ കയറി കൊലപ്പെടുത്തുന്നത്. അന്ന് അർദ്ധരാത്രിയിൽ വിശാൽ മരണത്തിന് കീഴടങ്ങി. പിന്നീട് 5 വർഷക്കാലം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ കേരളത്തിൽ അധികാരത്തിലിരുന്ന സർക്കാരുകൾ തയ്യാറായിരുന്നില്ല. മാത്രമല്ല, ഈ കേസിന്റെ വിചാരണ നടക്കുന്ന ഘട്ടത്തിൽ കേസിന് ഏറ്റവും തിരിച്ചടിയായ നീക്കം KSUവിൻ്റെയും SFIയുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ഇപ്പോൾ സുധീഷ് ഗോപാൽ കോടതി വളപ്പിൽ നിന്നും ചേരുകയാണ്. സുധീഷ്, നമ്മൾ നേരത്തെ പലതവണ ചർച്ച ചെയ്ത വിഷയം, അത് കൃത്യമായി തന്നെ ഈ കേസിനെ ബാധിച്ചു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം KSUവിൻ്റെയും SFIയുടെയും നേതാക്കളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷികൾ. ഈ നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിനിടയിലുണ്ടായ ആ സംഘർഷമാണ് കൊലപാതകത്തിലേക്ക് എത്തിയത്. വിശാലിനെയും വിദ്യാർത്ഥി പരിഷത്തിൻ്റെ മറ്റ് 7 പ്രവർത്തകരെയും കുത്തുന്നത് നേരിൽ കണ്ടത് SFIയുടെയും അതോടൊപ്പം തന്നെ KSUവിൻ്റെയും പ്രവർത്തകരാണ്, അവിടുത്തെ യൂണിറ്റ് ഭാരവാഹികളാണ്. എന്നാൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ വിസ്താരം നടക്കുന്ന ഘട്ടത്തിൽ ക്യാമ്പസ് ഫ്രണ്ട് എന്ന ഒരു ഭീകര സംഘടനയെപ്പറ്റി ഞങ്ങൾക്ക് അറിയില്ല എന്ന് ഒരു ഉളുമ്പുമില്ലാതെ വിളിച്ചു പറയുന്ന രീതിയിലേക്ക് അവിടെ SFIയും KSUവും മാറിയിരുന്നു. അത് ഈ കേസിനെ വളരെ ദോഷകരമായി ബാധിച്ചു എന്ന് വേണ്ട ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഗൗതം, ഈ കേസിൻ്റെ അന്വേഷണത്തെ LDFിൻ്റെയും UDFിൻ്റെയും സർക്കാർ ഇത്തരത്തിൽ അട്ടിമറിച്ചു. അതിൻ്റെ തെളിവ് കൂടിയായിരുന്നു KSUവിൻ്റെയും SFIയുടെയും പ്രവർത്തകർ ഈ കൊലപാതകത്തിൽ സാക്ഷിയായിരുന്നിട്ടും അത് അവർ കണ്ടിട്ടില്ല, ഇത്തരത്തിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞതെന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായ മെല്ലെപ്പോക്ക്, അതിനുശേഷം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കുന്നതിന് പോലും തടയിടാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷണം, ഇതെല്ലാം എന്താണ് മാറി മാറി ഭരിച്ചവർ ഉദ്ദേശിച്ചത്, ആരെ സംരക്ഷിക്കാൻ, ആർക്ക് വേണ്ടിയാണ് നിലയുറപ്പിച്ചത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ഇപ്പോൾ BJPയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോപകുമാറും ഒപ്പം ഈ കേസിൽ ഹാജരാവുക കൂടി ചെയ്ത BJPയുടെ പ്രവർത്തകൻ കൂടിയായ ഹരീഷും നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം MV ഗോപകുമാർ, ഈ വിധിയെ എങ്ങനെ കാണുന്നു? നിരാശാജനകമായിട്ടുള്ള ഒരു കോടതി വിധിയാണ് ഉണ്ടായിട്ടുള്ളത്. സർക്കാർ ജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മാറി മാറി വന്ന സർക്കാർ, ഇടത് വലത് സർക്കാരുകൾ ഈ കേസ് അട്ടിമറിക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. ഈ കേസിനകത്ത് ഉള്ള പ്രത്യേകത, ഇതിൽ സാക്ഷികളായിട്ട് വിസ്തരിക്കപ്പെട്ടവർ ഈ കേസിലെ വിശാലിനൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവരാണ്. അവരുടെ സാക്ഷി മൊഴിക്ക് പോലും കോടതിയുടെ മുന്നിൽ ഒരു വിലയുമില്ല എന്ന് കാണുമ്പോൾ ഇതെങ്ങനെ നമുക്ക് ഈ വിധിയെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും? ഇത് പൂർണ്ണമായിട്ടും കോടതിയെ പോലും സംശയത്തിൻ്റെ നിലനിൽക്കുന്ന ഒരു വിധിയാണ്. കാരണം സർക്കാർ ആദ്യഘട്ടം മുതൽ ഈ കേസിൻ്റെ അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ലോക്കൽ പോലീസ് അന്വേഷിക്കുമ്പോൾ മുതൽ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാരെ മാറ്റി ഈ കേസിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതാണ്ട് 55 സാക്ഷികൾ കോടതി മുമ്പാകെ വിസ്തരിക്കപ്പെട്ടു. അതിൽ CPMൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകളാണ് കൂറുമാറിയിട്ടുള്ളത്. ബാക്കി എല്ലാവരെയും വിസ്തരിച്ചതാണ്. അതാണ്ട് 200-ൽ പരം രേഖകൾ ഹാജരാക്കി. അപ്പോൾ ഇത്രയും ഗൗരവമായി നടത്തിയിട്ടുള്ള ഏതാണ്ട് 13 വർഷത്തോളം ഈ സംഭവം ഉണ്ടായിട്ട് 13 വർഷത്തോളം പിന്നിടുകയാണ്. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയം, കാരണം രാജ്യത്ത് ഭീകരവാദികൾ നടത്തുന്ന ഈ തരത്തിലുള്ള ഒരു പ്രവർത്തനം, ഇത്ര ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളെ അവരെ വെള്ളപൂച്ചുന്ന തരത്തിലുള്ള നിലപാട് സർക്കാരും ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ എങ്ങനെ സഹിക്കാൻ കഴിയും? പൊതുസമൂഹം എങ്ങനെ ഇതിനെ അംഗീകരിക്കും? അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ട് ഞങ്ങൾ മേൽക്കോടതിയെ സമീപിക്കും. ഇത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം വളരെ മോശമാണ്. കാരണം ഇത് പട്ടാപ്പകല് ജനങ്ങളുടെ മുന്നിൽ, അവിടെ കൂടിയിട്ടുള്ള ആളുകളുടെ മുന്നിൽ സംഭവിച്ച ഒരു സംഭവമാണ്. അല്ലാതെ ഏതെങ്കിലും ഇരുട്ടിൻ്റെ മറവിലോ മറ്റും നടന്നിട്ടുള്ളതല്ല. ലവ് ജിഹാദിനെ എതിർത്തു എന്നതിൻ്റെ പേരിൽ ആസൂത്രിതമായി തന്നെ വിശാലിനെ വക വരുത്തുക എന്നുള്ളത് ഇവരുടെ ആവശ്യമായിരുന്നു. അത് ആസൂത്രിതമായി ഒരു സംഘടന നടപ്പിലാക്കിയതാണെന്ന് പോലീസിനറിയാം, ഈ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതിക്ക് മുഴുവൻ അറിയേണ്ടതാണ്. അങ്ങനെ ഒരു സംഭവം ഇത്രയും ഗൗരവത്തോടു കൂടി ആ കേസ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടൽ, ഈ പ്രോസിക്യൂഷനെ നിയമിക്കുന്ന കാര്യത്തിൽ പോലും ഗവൺമെൻറ് പലതവണ ഒളിച്ചു കളിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷനെ വെക്കാൻ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും ഗവൺമെൻറ് തയ്യാറായില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഗവൺമെൻറ് സ്പോൺസേഡാണ് ഈ
കോടതി വിധി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അത് പുനഃപരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ മേൽക്കോടതിയെ സമീപിച്ച് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു വിധി നേടിയെടുക്കും. അതേ മാത്രമേ ഞങ്ങളുടെ മുന്നിൽ പരിഹാരമുള്ളൂ. കാരണം നിരാശാജനകമാണ് എന്ന് പറയാൻ വളരെയധികം ദുഃഖമുണ്ട്. നിരാശാജനകമായ വിധി പ്രസ്താവം എന്ന BJPയുടെ പ്രതികരണം വരികയാണ്. BJP ആലപ്പുഴ മുൻ ജില്ലാ അധ്യക്ഷൻ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ഗോപകുമാറിന്റെ പ്രതികരണമാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. ഞാൻ മനോജിലേക്ക് കൂടി ഒന്ന് പോകുകയാണ്. കാരണം കോടതിക്കകത്ത് ഈ വിധി പ്രസ്താവം നേരിട്ട് കേട്ടത് മനോജാണ്. മനോജ്, എന്ത് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ 19 ഭീകര